അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചിക്കനും മസാലയൊക്കെ ചേർത്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും രണ്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. മസാല ചിക്കൻ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതിനെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാല ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 പീസ് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ട് നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ആദ്യം പാൻ കേക്കിനുള്ള കൂട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും മിക്സ് ചെയ്തെടുക്കാം. പാലും മുട്ടയും കൂടി ഒന്ന് അടിച്ചെടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയില്ലാതെ കലക്കിയെടുക്കണം. കട്ടിയൊന്നും ഇല്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഞാൻ ഇതിന് 1/2 കപ്പ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു റിങ് എടുത്തിട്ട് ഇതിൻ്റെ ഉൾവശം കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് വെക്കുക. ഇതിൽ ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ റിങ് വെക്കുന്നത് ഒരു കണക്കായ നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ്. ഇതുപോലത്തെ റിങ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ തന്നെ ഫ്രൈ പാനിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഒഴിച്ചുകൊടുത്ത മാവിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ചും കൂടി മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുറ്റോടും. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. പാൻ കേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ മറിച്ചിടാം. തിരിച്ചിട്ടിട്ട് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മെല്ലെ ഇളക്കി എടുക്കാം. ചിക്കൻ മസാല പാൻ കേക്ക് റെഡിയായി. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.